ഈ ഫിഷ് ഗ്രില്ലില്ലേ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ എത്ര അങ്ങോട്ട് വീട്ടിലാക്കിയാലോ ആവത്തില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയുണ്ടല്ലോ, ആ ഒരു അഭിപ്രായം അങ്ങോട്ട് മാറി കിട്ടും. ഈ മോളിൽ എഴുതി കാണിക്കുന്ന സാധനങ്ങൾ, പിന്നെ പുളി, അത് മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. മഞ്ഞപ്പൊടി, മുളക് പൊടി, പെപ്പർ പൗഡർ, പിന്നെ നിങ്ങളുടെയിലുള്ള ഏത് അറബിക് മസാല വേണമെങ്കിലും എടുക്കാം. കായപ്പൊടി, ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചങ്ങോട്ട് അരച്ചെടുക്കുക. പിന്നെ മീൻ എടുക്കുമ്പോൾ നിങ്ങൾ സീബാസ്, സീബ്രീം ഒക്കെ പോലെ നല്ല നെയ്യുള്ള ഫിഷ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ നിന്ന് സീബ്രീമാണ് എടുത്തിരിക്കുന്നത്. മലയാളത്തിൽ ഇതിന് എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. പാനിൽ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് കറിവേപ്പില കൊണ്ടൊന്ന് ബെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫിഷ് ഞാൻ മാരിനേറ്റ് ചെയ്ത് 1 hour വെച്ചായിരുന്നു. അവിടെ കുക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനു വേണ്ടി ഒരു റൈസ് റെഡിയാക്കാം. എണ്ണയിലേക്ക് ആ ഫിഷ് മാരിനേറ്റ് ചെയ്തതിന്റെ ബാക്കി പേസ്റ്റ്, മന്തി മസാലയും കൂടി ഇട്ട് ഒന്ന് മൂക്കുമ്പോഴേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. മസാല ഒന്ന് പിടിക്കുമ്പോഴേ റൈസിന്റെ ഇരട്ടി വെള്ളവും എണ്ണയും ലൈമും ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ചിട്ട് 15 minutes കുക്ക് ചെയ്യും. റൈസ് റെഡിയാക്കാൻ പോകുന്നത് ഓക്കെ, പക്ഷെ എന്നെ കാണിക്കുന്ന ഫിഷ് ശ്രദ്ധിക്കാതിരിക്കരുത്. ഈ ഒരു ഫിഷ് വേവാൻ കുറെ സമയമൊന്നും എടുക്കത്തില്ല. അതുകൊണ്ട് പാനിൽ ഗ്രില്ല് ചെയ്യുന്നതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. എയർ ഫ്രയറിൽ ഓവനിൽ ചെയ്യാനുള്ള ടെമ്പറേച്ചർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിഷ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. വീഡിയോ കാണാം. ബൈ.